അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇൻഡക്ഷൻ ആണെങ്കിൽ നമുക്കൊരു 350 അല്ലെങ്കിൽ ഒരു 700 ആ ഒരു റേഞ്ചിൽ നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഹീറ്റിൽ ചൂടാക്കാൻ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് 2ആയിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അധികം എരിയില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരി അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായി കുറച്ച് വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 വറ്റൽമുളകാണ് ഇടുന്നത്. നമുക്കൊരു 3 അല്ലെങ്കിൽ ഒരു 5 വറ്റൽമുളക് വരെ ആവാം. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് 2 മിനിറ്റ് നമ്മുടെ പച്ചമുളകും വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ക്രഞ്ചിനെസ്സിനൊക്കെ വേണ്ടിയാണ് നമ്മളിപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പലണ്ടി, ഞാനിപ്പോൾ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാനൊരു 5-6 എണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 10-15 വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നമ്മുടെ പച്ചമുളകും നമ്മുടെ കടലപ്പരിപ്പും പീനട്ട്സൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അര നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ 3 കപ്പ് വേവിച്ച് വെച്ചിരുന്ന ബാസ്മതി റൈസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് ഇന്നലെ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 3 കപ്പ് എടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചോറും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാസ്മതി റൈസ് ഒന്ന് വേവിച്ച് വെച്ചാൽ ബാക്കിയെല്ലാം നമുക്കൊരു 5 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ലെമൺ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും മറക്കാണ്ട് ട്രൈ ഔട്ട് ചെയ്യണം. നമുക്ക് ലെമൺ റൈസ് നാരങ്ങ അച്ചാറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. അതും ഈ ലെമൺ റൈസും ആണ് പെർഫെക്റ്റ് ഒരു കോമ്പിനേഷൻ.